വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രസിഡന്റ് ആൻഡ് ഗവർണർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. UPSC മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്രസിഡന്റിന്റെയും ഗവർണറിന്റെയും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്റർലിങ്കിങ്ങും ഓവർലാപ്പിംഗും ഉള്ള ഏരിയ ആണ്. പ്രസിഡന്റ് ഇപ്പോൾ പാർലമെന്റിൽ വരും, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പവേഴ്സിൽ വരും, അല്ലെങ്കിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ പല കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകളുടെ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്, ജുഡീഷ്യൽ ആസ്പെക്റ്റിലേക്ക് വരികയാണെങ്കിൽ പാർഡനിങ് പവർ അല്ലെങ്കിൽ സുപ്രീം കോടതിന്റെ അപ്പോയിന്റ്മെന്റ്, റിവ്യൂയിങ് പവർ അല്ലെങ്കിൽ നമ്മുടെ സുപ്രീം കോടതിയിലേക്ക് കേസുകൾ റെഫർ ചെയ്യുന്നത്, ഇങ്ങനെ മൾട്ടിപ്പിൾ ആസ്പെക്ട്സിൽ ഈ രണ്ട് ടോപ്പിക്കുകളും ഇന്റർലിങ്കിങ് ആണ്, ഓവർലാപ്പിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവ്ലി പ്രസിഡന്റ് ഗവർണർ എന്നതിനേക്കാൾ ഉപരി മൾട്ടിപ്പിൾ ഏരിയാസിൽ നമുക്ക് റിവാർഡിങ് കിട്ടാൻ സാധ്യതയുള്ളതാണ്. നമുക്കപ്പോൾ ആദ്യം പ്രസിഡന്റ് പഠിക്കാം, അത് കഴിഞ്ഞ് ഗവർണർ നോക്കാം. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്താണ് കമ്പാരിസൺ, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ്ലി ആസ് ഓൾവേസ് പ്രസിഡന്റിന്റെ ഏരിയയിൽ നിന്ന് ഇതിനു മുമ്പ് UPSC ചോദിച്ചിട്ടുള്ള ഏരിയാസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രസിഡന്റിന്റെ എക്സ്ക്ലൂസീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ടൈംസ് പ്രസിഡന്റിന്റെ എലക്ഷൻ ആണ് UPSC ചോദിച്ചിട്ടുള്ളത്. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വിത്ത് റെഫറൻസ് ടു എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. The value of vote of MLA, each MLA varies from state to state. Second statement, the value of vote of MP of the Lok Sabha is more than the vote of value of MP of Rajya Sabha. At this statement, ഏതാണ് ശരി ഏതാണ് തെറ്റ്? അടുത്ത ക്വസ്റ്റ്യൻ again with regard to election. The election of President of India declared by void by the Supreme Court of India, all act done by him or her in performance of duties of his or her office, President before the date of decision become invalid. Second statement is related to the President of India can be postponed on the ground that some legislative assembly have been dissolved and election are yet to take place. Third statement, when a bill is presented towards the President, the Constitution prescribes a time limit with which he or she has to give his or her assent. ഇങ്ങനത്തെ മെയിൻലി പ്രസിഡന്റിന്റെ ഇലക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് വരാറ്. അപ്പൊ ഹൈ ഫോക്കസ് ഓൺ ദ ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്. ബാക്കി ഏരിയാസ് ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഇന്റർലിങ്കിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ ടോപ്പിക്. പ്രസിഡന്റ് ആർട്ടിക്കിൾ 52 to 78 ഓഫ് ദ പാർട്ട് 5 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ പ്രസിഡന്റ് ഇറ്റ്സ് റിലേറ്റഡ് ആക്ടിവിറ്റി, അപ്പോയിന്റ്മെന്റ്, ഫങ്ഷൻസ്, പവേഴ്സ് കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്നത്. യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ്, ദ വൈസ് പ്രസിഡന്റ്, ദ പ്രൈം മിനിസ്റ്റർ, ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ദ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അപ്പൊ പാർട്ട് 5 52 to 78 യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് പറയുന്നത്. ദ യൂണിയൻ എക്സിക്യൂട്ടീവ് കൺസിസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ്, ദ പ്രൈം മിനിസ്റ്റർ, ദ വൈസ് പ്രസിഡന്റ്, ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഇമ്പോർട്ടന്റ്ലി അറ്റോർണി ജനറൽ. ഒരു പക്ഷേ നമ്മൾ മിസ് ചെയ്യാൻ സാധ്യതയുള്ള പോയിന്റ് ആണ്. ദ അറ്റോർണി ജനറൽ ഓൾസോ കോൺസ്റ്റിറ്റ്യൂട്ട് എ പാർട്ട് ഓഫ് ദ യൂണിയൻ എക്സിക്യൂട്ടീവ്. ഇനി എങ്ങനെയാണ് ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്? പ്രസിഡന്റിനെ നമ്മൾ ഡയറക്ട്ലി പീപ്പിൾ അല്ല തെരഞ്ഞെടുക്കുന്നത്. ഇറ്റ് ഈസ് ബൈ എ മോഡ് ഓഫ് ഇൻഡയറക്ട് ഇലക്ഷൻ. പീപ്പിൾ അല്ല ഡയറക്ട്ലി തെരഞ്ഞെടുക്കുന്നത്, ഇറ്റ് ഈസ് ബൈ എ മോഡ് ഓഫ് ഇൻഡയറക്ട് ഇലക്ഷൻ. സോ ആരാണ് നമുക്ക് വേണ്ടി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്? സോ ഇറ്റ് ഈസ് ബൈ എൻ ഇലക്ട്രൽ കോളേജ്. ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉണ്ടാവും? എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെന്റ്, ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ. സെക്കൻഡ് വൺ, എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ സ്റ്റേറ്റ്സ്, കേരള, തമിഴ്നാട്, കർണാടക. ഇനി തേർഡ് വൺ, എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, പാർലമെന്റിലെ രണ്ട് സഭകളുടെയും, ലോക്സഭയുടെയും രാജ്യസഭയുടെയും എലക്റ്റഡ് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. നോമിനേറ്റഡ് മെമ്പേഴ്സ് ഈ രണ്ട് സഭകളിലെയും പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പേഴ്സ് ആരും തന്നെ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെയും എലക്റ്റഡ് മെമ്പേഴ്സ് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. നോ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആർ പാർട്ടിസിപ്പേറ്റിംഗ്. ഇനി യൂണിയൻ ടെറിട്ടറിയിലേക്ക് വരാണെങ്കിലോ, ഡൽഹി ആൻഡ് പുതുച്ചേരിയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ എലക്റ്റഡ് മെമ്പേഴ്സ് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഇലക്ട്രൽ കോളേജ് ഫോർ ദ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്. ആരൊക്കെയായിരുന്നു? എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെന്റ്, elected members of the legislative assembly and elected members of the legislative assembly of Delhi and Puducherry. Now, എങ്ങനെയാണ് ഇവരുടെ വോട്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു വോട്ടിന്റെ വാല്യൂ എന്താണ്? ജസ്റ്റ് MLA MP വോട്ടിന്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. സോ ഫസ്റ്റ് വൺ ഈസ് how a value of a vote of an MLA is calculated, or a member of a legislative assembly, elected member of a legislative assembly. യൂസ് ചെയ്യുന്ന ഫോർമുല എത്ര ഉള്ളൂ? total population of the state
by total number of elected members of the state legislative assembly into 1/1000. നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് കേരളത്തിന്റെ കണ്ടീഷൻ എടുക്കാം. കേരളത്തിൽ റഫ്ലി ഒരു 3.5 crore അങ്ങനെ എടുക്കുക. ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ് എന്താണ്? 3.5 crore ഡിവൈഡഡ് ബൈ 140 MLA. നമുക്ക് 140 ആണുള്ളത്, ഇൻറ്റു 1/1000. ഇതാണ് എന്ത്? കേരളത്തിലെ ഒരു MLA പ്രസിഡൻഷ്യൽ ഇലക്ഷനിലെ വോട്ടിന്റെ വാല്യൂ. അപ്പോ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഇത് ഈക്വൽ ആയിരിക്കുമോ? അല്ല. കാരണം എന്താണ്? ഓരോ സ്റ്റേറ്റിലും ഡിഫറെന്റ് നമ്പർ ഓഫ് MLAs ആണ് അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ളത്. കേരളത്തിൽ 140 ആയിരിക്കാം, ചിലപ്പോൾ 300 ഉണ്ടാവാം, 200 ഉണ്ടാവും, മൾട്ടിപ്പിൾ ആയിരിക്കാം. അതുപോലെ തന്നെ പോപ്പുലേഷൻ അതും വേരി ചെയ്യപ്പെടുന്നുണ്ടാവും. ഇവിടെ 3.5 crore ആണെങ്കിൽ 6 crore ഉണ്ടാവാം, 7 crore ഉണ്ടാവാം, 1 crore ഉണ്ടാവും. ഇതുകൊണ്ട് തന്നെ the value of an MLA of a legislative assembly or the value of a vote of an MLA in the election of the president varies between the state. എല്ലാ സ്റ്റേറ്റുകളിലും MLAയുടെ വാല്യൂ ഡിഫറെന്റ് ആണ്. ഇനി എങ്ങനെയാണ് MP യുടെ വാല്യൂ നോക്കുന്നത്? ടോട്ടൽ വാല്യൂ ഓഫ് വോട്ട്സ് ഓഫ് ഓൾ MLA ഓഫ് ഓൾ ദ സ്റ്റേറ്റ്. എല്ലാ MLAമാരുടെ എല്ലാ സ്റ്റേറ്റിലെയും വാല്യൂ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ? ലോകസഭയിലായാലും രാജ്യസഭയിലായാലും MP യുടെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പൊ കേരളത്തിൽ MP ഒരു വാല്യൂ, തമിഴ്നാട്ടിൽ MP ഒരു വാല്യൂ അങ്ങനെ ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ഇവിടെ വരുമ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് വോട്ട്സ് ഓഫ് ഓൾ ദ MLAs ഇൻ ഓൾ സ്റ്റേറ്റ് ആണ്. അപ്പൊ എല്ലാം കമ്പൈൻ ചെയ്ത ശേഷമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ഇൻ ദ പാർലമെന്റ്. അതുകൊണ്ട് തന്നെ ലോകസഭയിലെയും രാജ്യസഭയിലെയും MP യുടെ വാല്യൂ സെയിം ആണ്. പക്ഷേ MLAസിന്റെ വാല്യൂ സ്റ്റേറ്റുകൾ അനുസരിച്ച് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ദ വാല്യൂ ഓഫ് എ വോട്ട് ഓഫ് an MLA will be varying from state to state, whereas the value of vote of an MP will be a constant, whether it is from the Lok Sabha or it is from the Rajya Sabha. The value of vote of an MP will be a constant. ഇനി എങ്ങനെയാണ് ഈ ഇലക്ഷൻ നടക്കുന്നത്? പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫർ ഓഫ് വോട്ട് നമുക്കറിയാവുന്നതാണ്. എന്താണ്? സീക്രട്ട് ബാലറ്റ് ആണ്. ഓപ്പൺ ബാലറ്റ് അല്ല, സീക്രട്ട് ബാലറ്റ് സിസ്റ്റം ആണ്. ആരാണ് ഈ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റെസ്പോൺസിബിലിറ്റി ആണ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാന്നുള്ളത്. ഇനി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോട്ട ഉണ്ടാവും. ആ കോട്ട നമ്പർ ഓഫ് വോട്ട്സ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫർ ഓഫ് വോട്ട്, അത് ആരാണോ നേടുന്നത് അയാൾ പ്രസിഡൻഷ്യൽ ആയിട്ട് എലക്ട് ചെയ്യപ്പെടും. ഇനി ഏതെങ്കിലും കാരണവശാൽ പ്രസിഡൻഷ്യന്റെ ഇലക്ഷനിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി, അല്ലെങ്കിൽ ആ ഇലക്ഷൻ വോയിഡ് ആവണമെന്ന് പറഞ്ഞ ഒരു കേസ് പോയി, എവിടെയാണ് ഇത് പോവുക? സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതിയിൽ മാത്രമേ പറ്റുള്ളൂ. ദിസ് കംസ് അണ്ടർ ദ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, അല്ലെങ്കിൽ സുപ്രീം കോടതിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പവറാണ്. പ്രസിഡൻഷ്യൽ ഇലക്ഷന്റെ റിലേറ്റ് ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള എക്സ്ക്ലൂസീവ് അതോറിറ്റി സുപ്രീം കോടതിക്ക് മാത്രമേ ഉള്ളൂ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഏതെങ്കിലും ഒരു ഇലക്ട്രൽ കോളേജിൽ അംഗം ആബ്സെന്റ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് അസംബ്ലി ഡിസോൾവ് ആണ്, ഈ കാരണം പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും, അതായത് ഇലക്ട്രൽ കോളേജ് ഇൻകംപ്ലീറ്റ് ആണ് എന്ന് പറയുന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഇൻവാലിഡ് ആണെന്നോ പറഞ്ഞ് ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു എമർജൻസി ഉണ്ട്, ആ ഇലക്ട്രൽ കോളേജ് ഡിസോൾവ് ആണ്, അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇലക്ഷൻ നടത്താൻ പറ്റില്ലല്ലോ. സോ ദാറ്റ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഗ്രൗണ്ട് ഫോർ ചലഞ്ചിങ് ദ ഇലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു പ്രസിഡന്റ് എലക്ട് ചെയ്യപ്പെട്ടു, അദ്ദേഹം ഒരു 6 months പീരീഡിലേക്ക് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നു, അതിനുശേഷം സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ എലക്ഷൻ ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞു. ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം ആ 6 മാസത്തെ എടുത്ത ആക്ഷൻസ് ഉണ്ടല്ലോ, അതൊന്നും ഇൻവാലിഡ് ആയി പോവില്ല. അദ്ദേഹം ആ പോസ്റ്റിൽ ഇരുന്ന് എത്ര നാളാണോ ആക്ഷൻസ് എടുത്തിരിക്കുന്നത്, ദാറ്റ് ആക്ഷൻ വിൽ നോട്ട് ബി ഹെൽഡ് ഇൻവാലിഡ്, ഇറ്റ് വിൽ ബി ഹെൽഡ് വാലിഡ്. ഇതാണ് പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ച് ബേസിക്കലി നമുക്ക് നോക്കാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെയായിരുന്നു? ഒന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ആരൊക്കെയാണ് ഇലക്ട്രൽ കോളേജിൽ? ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെന്റ്, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി. ഇനി വോട്ടിന്റെ വാല്യൂ എങ്ങനെയാണ്? MLAസിന്റെ ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് വേരി ചെയ്യും. Whereas in the case of MP, both in the Lok Sabha and the Rajya Sabha, constant ആണ്. സ്റ്റേറ്റിന്റെ MP മാരനുസരിച്ച് വ്യത്യാസങ്ങളില്ല. ഇനി ആരാണ് ഇത് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫർ ഓഫ് വോട്ട് ആയിരിക്കും, സീക്രട്ട് ബാലറ്റ് ആയിരിക്കും. ഇതിന്റെ എക്സ്ക്ലൂസീവ് അതോറിറ്റി ആർക്കാണ്? ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയുടെ.
എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അതോറിറ്റിയാണ്. ഏതെങ്കിലും ഒരു ഇലക്ട്രൽ കോളേജ് ആബ്സെന്റ് ആണോ, അല്ലെങ്കിൽ ഇലക്ട്രൽ കോളേജിൽ ഒരു മെമ്പറോ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ MLAs ആബ്സെന്റ് ആണ് എന്നതുകൊണ്ട് പ്രസിഡന്റിന്റെ എലക്ഷൻ ചലഞ്ച് ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ട് അല്ല. ഏതെങ്കിലും കാരണവശാൽ പ്രസിഡന്റിന്റെ എലക്ഷൻ ഇൻവാലിഡ് ആണെന്ന് സുപ്രീം കോടതി ഒരു പീരീഡിന് ശേഷം പറഞ്ഞാൽ പോലും അദ്ദേഹം ആ പീരീഡിൽ എടുത്തിരിക്കുന്ന ആക്ഷൻസ് വാലിഡ് ആയിട്ട് തന്നെ അവിടെ നിൽക്കും. ഓക്കെ, ഇനി ഇന്ത്യയുടെ പ്രസിഡന്റ് ആവാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തെല്ലാമാണ് നമുക്ക് അതൊന്ന് നോക്കാം. First one, he should be a citizen of India, of course. Second one, he should have completed 35 years of age. Third one, he should be qualified for the election as a member of Lok Sabha. ഒരു ലോകസഭയുടെ MP വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണോ, അല്ലെങ്കിൽ ഒരു ലോകസഭയുടെ MP ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടാൻ ഒരാൾക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ വേണോ ആ ക്വാളിഫിക്കേഷൻസ് എല്ലാം തന്നെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കാൻ വേണ്ട ഒരാൾക്ക് വേണം. ഇനി അടുത്ത, he should not hold any office of profit under state government or union government, public authority or any other local authority. ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് പ്രസിഡന്റ് ആവുന്ന കാൻഡിഡേറ്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആവുന്ന ആള് ഹോൾഡ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു സിറ്റിംഗ് പ്രസിഡന്റിനോ സിറ്റിംഗ് വൈസ് പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഗവർണർക്കോ മിനിസ്റ്റർക്കോ സ്റ്റേറ്റിലോ സെൻട്രലോ പ്രസിഡന്റ് ആവാനായിട്ട് കഴിയുമോ? കഴിയും. ആ പൊസിഷൻസ് ഒന്നും തന്നെ ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആയിട്ടല്ല നമ്മൾ കാണുന്നത്. ഇപ്പൊ കേരളത്തിലെ മിനിസ്റ്റർ, അദ്ദേഹത്തിന് പ്രസിഡന്റ് ആവാനാണെങ്കിൽ ആ മിനിസ്റ്റർ ആയിരിക്കുന്ന ഒരു പൊസിഷൻ ഒരിക്കലും ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആയിട്ടല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് പറയുന്നത്. അദ്ദേഹത്തിന് ആ ഇലക്ഷനിൽ പങ്കെടുക്കാം. സിറ്റിംഗ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണേഴ്സ്, മിനിസ്റ്റേഴ്സ് ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, ഇവർക്കെല്ലാം തന്നെ പ്രസിഡന്റ് ഇലക്ഷനിൽ കോണ്ടസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ആ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ അവരെ ആ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് തടയുന്നില്ല. ഇനി ഒരാൾ പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്യപ്പെട്ടു, അദ്ദേഹം എന്താണ് ഓട്ടോമാറ്റിക്കലി ചെയ്യേണ്ട? ഒരു ഓത്ത് ആൻഡ് അഫർമേഷൻ. ആരാണ് ഓത്ത് ചൊല്ലി കൊടുക്കുക? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, സീനിയർ മോസ്റ്റ് ജഡ്ജ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓർ ദ സീനിയർ മോസ്റ്റ് ജഡ്ജ്, ഹി വിൽ ബി ഗിവിംഗ് ദ ഓത്ത് ടു ദ പ്രസിഡന്റ് ആഫ്റ്റർ ബീങ് എലക്ടഡ്. ഇനി എന്തെല്ലാമാണ് പ്രസിഡന്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഓത്തിലേക്ക്? ഫെയ്ത്ത്ഫുള്ളി എക്സിക്യൂട്ട് ദ ഓഫീസ്, preserve and protect and defend the constitution and the laws, to devote himself or herself to the service and well-being of the people. ഇത്തരത്തില് ഒരു ഓത്ത് എടുത്ത ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ചേരുക. ഇനി എന്തെല്ലാമാണ് പ്രസിഡന്റിന്റെ ഓഫീസിന്റെ കണ്ടീഷൻ? പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു ഹൗസിന്റെയോ പാർലമെന്റിലെ ഏതെങ്കിലും ഒരു ഹൗസിന്റെയോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ ഏതെങ്കിലും ഒരു ഹൗസിന്റെയോ മെമ്പർ ആവാനായിട്ട് പാടില്ല. He or she should not be a member of either house of the parliament or house of the state legislature. If any such person is elected as a president, then he or she should resign the post that he or she is holding. അപ്പൊ അദ്ദേഹം ഒരു MLA ആണ്, MLA ആയി നിന്നുകൊണ്ട് ഇലക്ഷനിൽ നിന്നു. ഇലക്ഷനിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ പൊസിഷൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചിരിക്കണം. ഐദർ ഹൗസ് ഓഫ് ദ പാർലമെന്റോ സ്റ്റേറ്റ് അസംബ്ലിയുടെ ഐദർ ഹൗസിലോ മെമ്പർ ആയിട്ട് അദ്ദേഹത്തിന് തുടരാൻ കഴിയില്ല. വേറെ സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഓഫീസ് ഓഫ് പ്രോഫിറ്റ് പാടില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കൽ ക്വാളിഫിക്കേഷൻസിൽ പറഞ്ഞു. അപ്പോ കണ്ടീഷൻസിലും ഈ ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. ഇനി അദ്ദേഹത്തിന്റെ രാജ്ഭവൻ യൂസ് ചെയ്യാം. അദ്ദേഹത്തിന് എമോളിമെന്റ്സ്, അലവൻസസ് ആൻഡ് പ്രിവിലേജസ് എന്താണോ പാർലമെന്റ് തീരുമാനിക്കുന്നത് അത് അദ്ദേഹത്തിന് അവെയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി അദ്ദേഹം ഇരിക്കുന്ന ഓഫീസ് പീരീഡിൽ അദ്ദേഹത്തിൽ ഓഫീസ് ടൈമിൽ അദ്ദേഹത്തിന്റെ എമോളിമെന്റ്സോ അലവൻസസോ അദ്ദേഹത്തിന്റെ ഡിസഡ്വാൻറ്റേജസിൽ കുറയ്ക്കാനായിട്ട് പാടില്ല. ഇനി എത്ര നാളത്തേക്കാണ് അദ്ദേഹത്തിന്റെ ടേം? നോർമലി 5 years ആണ്. ഫ്രം ദ ഡേറ്റ് ഹി ഈസ് എലക്ടഡ് 5 years ആണ് പ്രസിഡന്റിന്റെ ടേം. അദ്ദേഹത്തിന് റിസൈൻ ചെയ്യാൻ കഴിയുമോ? He can resign. He can resign from his office addressing the resignation letter to the vice president. President resignation letter കൊടുക്കുന്നത് vice presidentലേക്കാണ്. Then even in certain circumstances the president may hold the office for a period longer than 5 years. അദ്ദേഹത്തിന്റെ സക്സസർ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കംസ്റ്റാൻസ് കൊണ്ട് അദ്ദേഹത്തിന്റെ സക്സസർക്ക് അദ്ദേഹത്തിന്റെ ചാർജ് ഏറ്റെടുക്കാനായിട്ട് പറ്റിയില്ല എങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം 5 വർഷത്തിൽ കൂടുതൽ ആ പൊസിഷൻ ഹോൾഡ് ചെയ്യാം. ഇനി ഇന്ത്യൻ പ്രസിഡന്റിനെ റീഎലക്ട് ചെയ്യാനായിട്ട് പറ്റുമോ? ഇന്ത്യൻ പ്രസിഡന്റിനെ വേണമെങ്കിൽ നമുക്ക് റീഎലക്ട് ചെയ്യാനായിട്ട് കഴിയും. എത്ര പ്രാവശ്യം വേണമെങ്കിലും അദ്ദേഹത്തിന് റീഎലക്ട് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലോ അമേരിക്കയിൽ ഒരു വ്യക്തിക്ക് 2 പ്രാവശ്യം മാത്രമേ പ്രസിഡന്റ് ആവാൻ കഴിയുള്ളൂ. 2 പ്രാവശ്യത്തിൽ കൂടുതൽ അദ്ദേഹത്തിന് പ്രസിഡന്റ് ആവാൻ കഴിയില്ല.
ഇന്ത്യയിൽ എ പ്രസിഡന്റ് ക്യാൻ ബി റീഇലക്റ്റഡ് ഫോർ ആസ് മെനി നമ്പർ ഓഫ് ടൈംസ് ഈസ് നീഡഡ്. പ്രസിഡന്റിന്റെ എലക്ഷൻ നമ്മൾ കണ്ടു. ഇനി പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുമോ? ഓട്ടോമാറ്റിക്കലി 5 years ആണ് അദ്ദേഹത്തിന്റെ ടെന്യൂർ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് റിമൂവ് ചെയ്യേണ്ട കണ്ടീഷൻ വന്നാൽ എന്തെല്ലാമാണ് ആ പ്രൊസീജിയർ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്. സി, കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഏക ഗ്രൗണ്ട് അല്ലെങ്കിൽ റിമൂവ് ബൈ ഓൺലി വൺ കണ്ടീഷൻ, ഇറ്റ് ഈസ് ദ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. It's just mentioned the violation of the constitution, but the constitution has not explained what does exactly mean the violation of the constitution. ഇനി എങ്ങനെയാണ് ഇംപീച്ച്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്? ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ഇൻ ഐദർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്. ലോകസഭയിലോ രാജ്യസഭയിലോ അത് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇനീഷ്യേഷന് ആദ്യം വേണ്ടത് 1/4 ഓഫ് ദ മെമ്പേഴ്സ് സൈൻ ചെയ്തിട്ടുള്ള ഒരു ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ ഒരു ചാർജ് സൈൻ ചെയ്തിട്ട് ആ ഹൗസിന്റെ പ്രിസൈഡിംഗ് ഓഫീസറിലേക്ക് സബ്മിറ്റ് ചെയ്യണം. 1/4 ഓഫ് ദ മെമ്പേഴ്സ്. ഇനി ഇതിനു ശേഷം 14 ദിവസത്തെ ഒരു നോട്ടീസ് പീരീഡും സെർവ് ചെയ്യും. എന്താണ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള മെജോറിറ്റി? ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് സബ്മിറ്റ് ചെയ്ത ശേഷം 14 ദിവസത്തിന് ശേഷം ആ സഭ അത് ഡിസ്കസ് ചെയ്ത ശേഷം 2/3 ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ്, മേ ബി ദ ഹയസ്റ്റ് മെജോറിറ്റി ദാറ്റ് ഇസ് റിക്വയർഡ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് 1/3 ഓഫ് പീപ്പിൾ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് അല്ലെങ്കിൽ 2/3 ഓഫ് ദ പീപ്പിൾ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആൻഡ് ഹാഫ് ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ്, അങ്ങനെയൊക്കെയായിരുന്നു. ഇത് അതല്ല, 2/3 ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ്. സേ 500 ആണെങ്കിൽ 500 into 2/3, അങ്ങനത്തെ ഹൈ മെജോറിറ്റി വേണം എന്ത് ഒരു ഹൗസിൽ. അത് മാത്രം മതിയോ? നോ. ഇത് ഒരു ഹൗസിൽ പാസ്സായ ശേഷം അടുത്ത ഹൗസിലേക്ക് പോകും. അവിടെയും ഇതേ പ്രൊസീജിയർ പിന്നെയും കണ്ടക്ട് ചെയ്യപ്പെടും. അവിടെയും 2/3 ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ്. ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ഹൗസിന്റെ 2/3 ആ നോട്ടീസ് പിന്നെയും പാസ്സാവപ്പെടണം. സോ ഹൈ മെജോറിറ്റിയിൽ 2 സഭകളിലും പാസ്സായാൽ മാത്രമേ എന്തുള്ളൂ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ലക്കിലി ഓർ മേ ബി ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ നൺ ഓഫ് ദ പ്രസിഡന്റ്സ് ഹാവ് ബീൻ ഇംപീച്ച്ഡ് സോ ഫാർ. ഇന്ത്യയിൽ ഒറ്റ പ്രസിഡന്റിനെയും ഇതുവരെ ഇംപീച്ച് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യവും വന്നിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെല്ലാമാണ് എലക്ഷനിൽ പങ്കെടുത്തിട്ട് അദ്ദേഹത്തിന്റെ റിമൂവലിൽ പങ്കെടുക്കാതിരിക്കുന്നത്. ഇനി എലക്ഷനിൽ പങ്കെടുക്കാത്ത ആളുകൾ ആരെങ്കിലും അദ്ദേഹത്തിന്റെ റിമൂവൽ പ്രൊസീജിയറിൽ പങ്കെടുക്കുന്നുണ്ടോ? ഫസ്റ്റ് വൺ, നമ്മൾ ഇലക്ടറൽ കോളേജ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെന്റ് പറഞ്ഞു. എന്നാൽ നോമിനേറ്റഡ് മെമ്പേഴ്സ് അദ്ദേഹത്തിന്റെ എലക്ഷനിൽ പങ്കെടുക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ റിമൂവലിന്റെ കേസിലേക്ക് വരുമ്പോൾ നോമിനേറ്റഡ് മെമ്പേഴ്സും അദ്ദേഹത്തിന്റെ റിമൂവലിൽ വോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോമിനേറ്റഡ് മെമ്പേഴ്സ് അദ്ദേഹത്തിന്റെ എലക്ഷനിൽ വോട്ട് ചെയ്യുന്നില്ല ഓഫ് ദ ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെന്റ്, whereas the nominated members of the both the house of the parliament will be voting in the case of removal of the president. In second one, elected members of the legislative assembly and also that of the union territory of Delhi and Puducherry. ഇവരെന്താണ് പ്രസിഡന്റിന്റെ എലക്ഷനിൽ വോട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ പ്രസിഡന്റിന്റെ റിമൂവലിൽ ഇവർ വോട്ട് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഓൺലി കൺഫൈൻഡ് ടു the members of the both the house of the parliament, whether elected or nominated. It does not have any contribution from the part of the members of the legislative assembly. So members of the both the house of the parliament has participated or will participate in case of an impeachment of the president, whether it is elected or nominated, both the members of the parliament. Whereas in the case of election, only the elected members of the both the house of the parliament participate in the election of the president. Okay. ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരു വേക്കൻസി ഉണ്ടാകുമോ? Vacancy can happen. Vacancy can happen in the president's office in the following ways. First one, അദ്ദേഹത്തിന്റെ ടെന്യൂർ കഴിഞ്ഞു. ഓട്ടോമാറ്റിക്കലായിട്ട് 5 വർഷത്തെ ടെന്യൂറാണ് അദ്ദേഹത്തിനുള്ളത്. 5 വർഷത്തെ ടെന്യൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൽ ഒരു വേക്കൻസി സംഭവിക്കാം. Second one is by his resignation. Vice President resignation submit ചെയ്തു. Third one, impeachment processലൂടെ അദ്ദേഹം റിമൂവ് ചെയ്യപ്പെട്ടാൽ. Fourth one, his or her death.
കാരണവശാൽ അദ്ദേഹത്തിന്റെ മരണം മൂലം അവിടെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാവാം. ആൻഡ് ഓൾസോ മേ ബി എലക്ഷൻ മേ ബി ഡിസ്ക്വാളിഫൈഡ് ബൈ ദ സുപ്രീം കോർട്ട്. ഇങ്ങനെയും അവിടെ ഒരു വേക്കൻസി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇനി 5 വർഷത്തെ എക്സ്പയറി കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു വേക്കൻസി ഉണ്ടാവുന്നതെങ്കിൽ 6 മാസത്തിനുള്ളിൽ, അദ്ദേഹം പോകുന്നതിന് 6 മാസം മുമ്പ് തന്നെ ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹിസ് വേക്കൻസി വിൽ ബി ഫിൽഡ് ആസ് സൂൺ ആസ് ഹിസ് ടെന്യൂർ ഈസ് ഓവർ. അദ്ദേഹത്തിന്റെ ടെന്യൂർ ഓട്ടോമാറ്റിക്കലി ആണ് ഓവർ ചെയ്യുന്നതെങ്കിൽ ആസ് സൂൺ ആസ് ഹിസ് ടെന്യൂർ ഗെറ്റ്സ് ഓവർ ദ ന്യൂ പ്രസിഡന്റ് വിൽ ബി അപ്പോയിന്റഡ്. ദെൻ ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ ഡിലേ ആയാൽ അടുത്തൊരു പ്രസിഡന്റ് വരുന്നത് വരെ നോർമലി അദ്ദേഹം തന്നെ തുടരും. ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവാതിരിക്കാൻ, ഒരു ഇന്റർകം അവിടെ ഉണ്ടാവാതിരിക്കാൻ നെക്സ്റ്റ് പ്രസിഡന്റ് എന്നാണോ അദ്ദേഹത്തിന്റെ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നാണോ ചാർജ് എടുക്കുന്നത് അതുവരെ കണ്ടിന്യൂയിങ് പ്രസിഡന്റ് ആ പീരീഡ് സസ്റ്റെയിൻ ചെയ്യും. ഇനി ഏതെങ്കിലും കാരണവശാൽ റെസിഗ്നേഷനോ റിമൂവലോ ഡെത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ഷൻ ഹോൾഡ് ചെയ്യോ 6 മാസത്തിൽ കൂടുതൽ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമലി വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പൊസിഷൻ ഹോൾഡ് ചെയ്യും. പെട്ടെന്നൊരു സർക്കംസ്റ്റാൻസ് വന്നു, അങ്ങനെയാണെങ്കിൽ വൈസ് പ്രസിഡന്റ് ആ പീരീഡിലേക്ക് പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ദാറ്റ് ഡസ് നോട്ട് മീൻ ദ വൈസ് പ്രസിഡന്റ് ക്യാൻ കണ്ടിന്യൂ ആസ് പ്രസിഡന്റ് ഫോർ ദ റിമൈനിങ് ടൈം. ഉദാഹരണത്തിന് പ്രസിഡന്റ് 5 വർഷമാണ്, 2.5 വർഷം കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് മരണപ്പെട്ടു. ഒരു 2.5 വർഷത്തെ ടെന്യൂർ ബാക്കിയുണ്ട് ഉണ്ടായിരുന്നപ്പോഴാണ് പ്രസിഡന്റ് മരണപ്പെട്ടത്. ഒരു സഡൻ സർക്കംസ്റ്റാൻസ് ആണ്, അപ്പൊ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യും. വൈസ് പ്രസിഡന്റിന്റെ കാലാവധി ആസ് ദ പ്രസിഡന്റ് എന്നാണോ പുതിയ പ്രസിഡന്റിന്റെ ഇലക്ഷൻ കഴിഞ്ഞ് അദ്ദേഹം ചാർജ് എടുക്കുന്നത് അതുവരെ മാത്രമേ ഉണ്ടാവുള്ളൂ. വൈസ് പ്രസിഡന്റ് ബാക്കി 2.5 വർഷം പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. His tenure acting as the president will be only as far as the position the new president comes in. എന്നാണോ പുതിയ പ്രസിഡന്റ് എലക്ട് ചെയ്യപ്പെട്ട് വരുന്നത് അതുവരെ മാത്രമേ വൈസ് പ്രസിഡന്റിന് പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇനി വൈസ് പ്രസിഡന്റ് ആബ്സെന്റ് ആണെങ്കിലോ, പ്രസിഡന്റ് ഓഫീസിൽ വേക്കൻസി വന്നു, വൈസ് പ്രസിഡന്റ് ആബ്സെന്റ് ആണെങ്കിൽ സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യും. സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് ആബ്സെന്റ് ആണെങ്കിൽ സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആരാണോ അവൈലബിൾ അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി ആരാണോ പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആ സ്പെസിഫിക് ടൈം പീരീഡിൽ, ബി ദ വൈസ് പ്രസിഡന്റ്, ബി ദ ചീഫ് മിനിസ്റ്റർ, ബി ദ സീനിയർ മോസ്റ്റ് ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്, ആരാണോ ആ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് he will be entitled, he or she will be entitled to such emoluments, allowances, privileges which are determined by the parliament. പ്രസിഡന്റിന് എന്താണോ ലഭിക്കുന്നത്, പ്രസിഡന്റ് ഇമ്മ്യൂണിറ്റി എന്താണോ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ പവേഴ്സ് എന്താണോ, പ്രസിഡന്റിന്റെ ഫങ്ഷൻസ് എന്താണോ, അങ്ങനെ പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരാൾക്ക് പ്രസിഡന്റിന് ഓട്ടോമാറ്റിക്കലി ലഭിക്കുന്ന എല്ലാ പ്രിവിലേജസും എല്ലാ അലവൻസസും എല്ലാം ആക്ടിംഗ് പ്രസിഡന്റിനോ അല്ലെങ്കിൽ ആരാണോ വേക്കൻസി ഫിൽ ചെയ്യുന്നത് അദ്ദേഹത്തിനും ലഭിക്കും. ഇനി അടുത്ത ടോപ്പിക് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ്. ഇതൊരു ലാർജർ ഏരിയ ആണ്, ഇവിടെയാണ് ഓവർലാപ്പിംഗ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. ഉദാഹരണത്തിന് നമുക്ക് ഏകദേശം ഒരു 7 ഹെഡിലേക്കായിട്ട് പ്രസിഡന്റിന്റെ പവറുകളെ നമുക്ക് തിരിക്കാനായിട്ട് കഴിയും. എക്സിക്യൂട്ടീവ് പവർ, ലെജിസ്ലേറ്റീവ് പവർ, ഫിനാൻഷ്യൽ, ജുഡീഷ്യൽ, ഡിപ്ലോമാറ്റിക്, മിലിറ്ററി ആൻഡ് എമർജൻസി പവർ. ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇത് ഓരോ ടോപ്പിക് എന്ന് പറയുന്നത് വേറൊരു മെയിൻ ടോപ്പിക്കിന്റെ സബ് ടോപ്പിക് ആയിട്ട് വരുന്ന. ഉദാഹരണത്തിന് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ അകത്ത് ആ വീഡിയോന്റെ അകത്ത് ഞാൻ പ്രസിഡന്റിന്റെ റോൾ എന്താണ്, ഒരു നിയമനിർമ്മാണത്തിൽ ഒരു ഓർഡിനറി ബില്ല് വരുമ്പോൾ, ഒരു മണി ബില്ല് വരുമ്പോൾ എങ്ങനെയാണ് ആ ബില്ലിന്റെ കേസിൽ പ്രസിഡന്റിന്റെ പവർ, വെദർ ഹി ക്യാൻ സൈൻ, വെദർ ഹി ക്യാൻ നോട്ട് സൈൻ, വെദർ ഹി ക്യാൻ സെൻഡ് ബാക്ക് ദ ബിൽ, ഓർ ഏതെങ്കിലും രീതിയിലുള്ള ലിമിറ്റേഷൻ പ്രസിഡന്റിന്റെ മുകളിലുണ്ടോ, മണി ബില്ലിന്റെ മുകളിൽ എന്താണ്, വെദർ ഹി ക്യാൻ സൈൻ, വെദർ ഹി ക്യാൻ സെൻഡ് ബാക്ക് ഓർ വിത്ത് ഹോൾഡ് എന്തായിരുന്നു. ഇത്തരത്തിലുള്ളതാണ് ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയുന്നതിന്റെ അകത്ത് പ്രസിഡന്റിന്റെ പവർ. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബിൽ എന്താണ്, അതിൽ പ്രസിഡന്റിന്റെ റോൾ, വെദർ ഹി ഈസ് മാൻഡേറ്ററി ടു സൈൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ബിൽ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ വരുന്നത്. ഇനി ഫിനാൻഷ്യൽ പവർ, മണി ബില്ലിന്റെ കേസിൽ എന്താണ്, പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ വേണോ ഒരു മണി ബിൽ അവതരിപ്പിക്കാനായിട്ട്? ബഡ്ജറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ബഡ്ജറ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ബഡ്ജറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും കാരണവശാൽ ഫണ്ട്, കൺസോൾട്ടേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്സ് ഫണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരു ഫണ്ട് പ്രസിഡന്റിന്റെ കയ്യിലുണ്ടോ, ഇനി ഇതിന്റെ ഏതെങ്കിലും കാരണങ്ങൾ പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ,
ഇതെല്ലാം ഫിനാൻഷ്യൽ പവറിന്റെ അകത്ത് വരും. ഇനി അടുത്തത് എമർജൻസി പവേഴ്സ്. നാഷണൽ എമർജൻസി, പ്രസിഡൻഷ്യൽ എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി. ഇതിന്റെ ഡിക്ലറേഷനിൽ എന്താണ് പ്രസിഡന്റിന്റെ റോൾ? ഇതിന്റെ റിവോക്കിംഗിൽ എന്താണ് പ്രസിഡന്റിന്റെ റോൾ? ഏതെങ്കിലും കാരണവശാൽ പ്രസിഡന്റിന് ഏതെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ? എന്താണ് അദ്ദേഹത്തിന്റെ പവേഴ്സ്? ഇതെല്ലാമാണ് എമർജൻസി എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അകത്ത് തന്നെ. സോ ദിസ് ഈസ് വേർ ദ ഇന്റർലിങ്കിങ് ഹാപ്പൻസ്. ഓരോ സബ് ഹെഡിങ്സിലും നമുക്ക് ബാക്കി ഏരിയാസ് ആയിട്ട് കണക്ട് ചെയ്യാം. പൊളിറ്റിയിലെ ബാക്കി ഏരിയാസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ് നോക്കുന്നത്. ഇനി ഇതല്ലാതെ പ്രസിഡന്റിന് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളുണ്ട്. എന്തെല്ലാമാണത്? ഫസ്റ്റ് വൺ ഈസ് ദ വീറ്റോസ് ഓഫ് ദ പ്രസിഡന്റ്. എന്താണ് വീറ്റോ? ഉദാഹരണത്തിന് ഒരു ബില്ല് പ്രസിഡന്റിന്റെ അടുത്തേക്ക് വരികയാണ്. പ്രസിഡന്റിന് സൈൻ ചെയ്യാം, സൈൻ ചെയ്യാതിരിക്കാം, റിട്ടേൺ ചെയ്യാം. ഇത് നമ്മൾ ഇൻഫോർമലി പറയുന്നതാണ്. ഫോർമലി അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന ബില്ലുകളെ, പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്ന ബില്ലുകളെ, അദ്ദേഹത്തിന് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ ഫോർമൽ യൂസേജ് ആണ് വീറ്റോ. അബ്സല്യൂട്ട് വീറ്റോ, സൈൻ ചെയ്യാതിരിക്കുക. ക്വാളിഫൈഡ് വീറ്റോ, സൈൻ ചെയ്യാതെ തിരിച്ചയക്കുക. പക്ഷെ ഒരു സ്പെസിഫിക് സർക്കംസ്റ്റാൻസിൽ സഭ വീണ്ടും പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സൈൻ ചെയ്തേ പറ്റൂ. സസ്പെൻസീവ് വീറ്റോ, ഓവർ റൈഡ് ചെയ്യാം. നമ്മൾ സൈൻ ചെയ്യാതിരുന്നു, റിട്ടേൺ ചെയ്തു, ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് അതിനെ ഓവർ റൈഡ് ചെയ്യാനായിട്ട് പറ്റും. പോക്കറ്റ് വീറ്റോ, ഒന്നും ചെയ്യാതിരിക്കുന്നു. ഇതാണ് വീറ്റോ. നമുക്ക് ഓരോ വീറ്റോസും എന്താണെന്ന് നോക്കാം. അബ്സല്യൂട്ട് വീറ്റോ, പ്രസിഡന്റിലേക്ക് ഒരു ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയ ഒരു ബില്ല് പ്രസിഡന്റിലേക്ക് എത്തി. പ്രസിഡന്റ് അത് ഒരു കാരണവശാലും സൈൻ ചെയ്യില്ല. ഹി വിത്ത്ഹോൾഡ്. അദ്ദേഹം തുറന്നു പറഞ്ഞു, ഹി ഈസ് നോട്ട് സൈനിങ് ദാറ്റ് ബിൽ. ദിസ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ആൻ അബ്സല്യൂട്ട് വീറ്റോ. ഏതെല്ലാം സർക്കംസ്റ്റാൻസസിലാണ് അദ്ദേഹം ഒരു അബ്സല്യൂട്ട് വീറ്റോ യൂസ് ചെയ്യുക? ഒന്ന്, ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹം ഒരു വീറ്റോ, അബ്സല്യൂട്ട് വീറ്റോ യൂസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ബില്ല് പാസ്സായി, പക്ഷെ ആ പാസ്സായ ശേഷം ക്യാബിനറ്റ് റിസൈൻ ചെയ്തു അല്ലെങ്കിൽ ക്യാബിനറ്റ് താഴെപ്പോയി, അങ്ങനെയാണെങ്കിലും അദ്ദേഹം ഒരു അബ്സല്യൂട്ട് വീറ്റോ യൂസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇത് നിർബന്ധമല്ല, ഈ ക്യാൻ ബി യൂസ്. ഇപ്പൊ ഉദാഹരണത്തിന് പ്രൈവറ്റ് മെമ്പർ ബിൽ, മിനിസ്റ്റേഴ്സ് അല്ലാത്ത എല്ലാവരും പ്രൈവറ്റ് മെമ്പേഴ്സ് ആണ്. അപ്പൊ ഉദാഹരണത്തിന് റൂളിംഗ് പാർട്ടിയിൽ ഒരു മെമ്പർ തന്നെ അവതരിപ്പിച്ച ഒരു ബില്ല് പാസ്സായി, അത് ദാറ്റ് ഡസ് നോട്ട് നെസസറിലി മീൻ ദാറ്റ് ഹി വിൽ യൂസ് അബ്സല്യൂട്ട് വീറ്റോ. അങ്ങനെയില്ല. ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലിന്റെ മുകളിൽ ക്യാബിനറ്റ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസിഡന്റ് മേ യൂസ് അബ്സല്യൂട്ട് വീറ്റോ. ഇനി എന്താണ് സസ്പെൻസീവ് വീറ്റോ? ലോകസഭയും രാജ്യസഭയും പാസ്സാക്കിയ ഒരു ബില്ല് പ്രസിഡന്റിന്റെ അടുത്ത് എത്തി. പ്രസിഡന്റ് അത് സൈൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച് അത് റിട്ടേൺ ചെയ്തു. ലോകസഭയിലേക്ക് രാജ്യസഭയിലേക്ക് റിട്ടേൺ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ അതൊന്നും കൂടി പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഒന്നും കൂടി ഡിസ്കഷൻസ് നടത്തണം. ലോകസഭയും രാജ്യസഭയും അത് ഡിസ്കസ് ചെയ്ത് ആ ബില്ല് അതുപോലെ തന്നെയുള്ള മെജോറിറ്റിയിൽ, ഓർഡിനറി മെജോറിറ്റിയിൽ, നോ സ്പെഷ്യൽ മെജോറിറ്റി, ഓർഡിനറി മെജോറിറ്റിയിൽ തന്നെ പാസ്സാക്കി. ദെൻ നൗ ഇറ്റ് ഈസ് ഒബ്ലിഗേറ്ററി ഓൺ ദ പാർട്ട് ഓഫ് ദ പ്രസിഡന്റ് ടു ഗിവ് ഹിസ് അസെന്റ്. ദ പ്രസിഡന്റ് മസ്റ്റ് ഗിവ് ഹിസ് അസെന്റ്. ഒരു നോർമൽ മെജോറിറ്റിയിൽ, ഓർഡിനറി മെജോറിറ്റിയിൽ എന്ത് ചെയ്തു? പ്രസിഡന്റിന്റെ ഡിസിഷന് പാർലമെന്റ് ഓവർ റൈഡ് ചെയ്തു. ഇതാണ് സസ്പെൻസീവ് വീറ്റോ. ഇനി അമേരിക്കൻ സിസ്റ്റത്തിൽ ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഉള്ളത്. അതായത് പ്രസിഡന്റ് ഇതുപോലെ തന്നെ ബില്ല് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എക്സ്ട്രാ മെജോറിറ്റി, ഒരു ഹയർ മെജോറിറ്റിയിൽ ആ ബില്ല് പാസ്സായി. അപ്പൊ ഉദാഹരണത്തിന് 150 പേര് ഓക്കെ അടിച്ച് ഒരു ബില്ല് പാസ്സായി, പ്രസിഡന്റ് അത് റിട്ടേൺ ചെയ്തു. ദെൻ there must be a higher majority, maybe a 75, 75 പേരെങ്കിലും എഗ്രി ചെയ്താലാണ് ആ ബില്ല് പിന്നീട് പ്രസിഡന്റിന് സൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ ഇറ്റ് ഓൾസോ ബിക്കം ഒബ്ലിഗേറ്ററി ഓൺ ദ പാർട്ട് ഓഫ് ദ പ്രസിഡന്റ് ടു സൈൻ. അതിനെയാണ് ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറയുന്നത്. അതായത് ഒരു എക്സ്ട്രാ ഹയർ മെജോറിറ്റിയിൽ ആ ബില്ല് പാസ്സാക്കിയിട്ട് പ്രസിഡന്റിന്റെ ഡിസിഷനെ നമ്മൾ ഓവർ റൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് എ ക്വാളിഫൈഡ് വീറ്റോ. ഇന്ത്യയിലെ പ്രസിഡന്റിന് ഒരു ക്വാളിഫൈഡ് വീറ്റോ അല്ല ഉള്ളത്, സസ്പെൻസീവ് വീറ്റോ ആണ്. പ്രസിഡന്റ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഓർഡിനറി മെജോറിറ്റിയിലാണോ ആ ബില്ല് പാസ്സാക്കിയത് അതേ ഓർഡിനറി മെജോറിറ്റിയിൽ തന്നെ പാസ്സാക്കിയാൽ മതി. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ ഹയർ മെജോറിറ്റി. ഇനി അടുത്തത് എന്താണ്? പോക്കറ്റ് വീറ്റോ. പ്രസിഡന്റ് സൈൻ ചെയ്യാതിരിക്കുന്നു, ഒരു ഇൻഡെഫിനിറ്റീവ് പീരീഡിലേക്ക് സൈൻ ചെയ്യാതിരിക്കുന്നതിനെയാണ് നമ്മൾ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. ഇതിനെ മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനൊരു ഡെഫിനിറ്റീവ് ടൈം പീരീഡ് പറയുന്നില്ല. എത്ര നാൾ വെച്ചോണ്ടിരിക്കാം, എത്ര നാൾ വേണമെങ്കിലും വെച്ചോണ്ടിരിക്കാം. ഇപ്പൊ പ്രസിഡന്റിലേക്ക് ഒരു ബില്ല് എത്തി, അദ്ദേഹം ഒരു പോക്കറ്റ് വീറ്റോ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും അദ്ദേഹത്തിന് ആ ബില്ല് അങ്ങനെ തന്നെ വെക്കാം. ദാറ്റ് ഡസ് നോട്ട് നെസസറിലി മീൻ ഹി ക്യാൻ ഡു വാട്ട് എവർ ഹി വാണ്ട്സ്. ക്യാബിനറ്റിന്റെ പവർ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ വി കനോട്ട് ഡിക്റ്റേറ്റ് ദ പ്രസിഡന്റ്.
പ്രസിഡന്റിന് വേണമെങ്കിൽ ആ പോക്കറ്റ് വീസ്റ്റ് യൂസ് ചെയ്ത് ഒരു ലോങ് പീരീഡിലേക്ക് ആ ബില്ല് അവിടെ തന്നെ വെക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് പ്രിസ്ക്രൈബ് എനി ടൈം ലിമിറ്റ്. ഇനി യു എസിന്റെ കേസിലേക്ക് വന്നാലോ, യു എസിന്റെ കേസിൽ പ്രസിഡന്റിന് ആകെ 10 ദിവസമാണ് മാക്സിമം ഒരു ബില്ല് വെക്കാനായിട്ട് പറ്റുള്ളൂ. He must take the action within 10 days. പക്ഷെ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് നോട്ട് പ്രിസ്ക്രൈബ് എനി ടൈം ലിമിറ്റ് ഓൺ വിച്ച് ദ പ്രസിഡന്റ് മസ്റ്റ് ആക്ട്. ഇനി സ്റ്റേറ്റ് ബില്ലിന്റെ കേസ് എടുത്തപ്പോൾ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയറിൽ സ്റ്റേറ്റ് ബില്ല് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് പറഞ്ഞിരുന്നു, ഗവർണറിലേക്ക് ഒരു ബില്ല് എത്തിക്കഴിഞ്ഞാൽ ഗവർണറിന് 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഹി ക്യാൻ ഐദർ ഗിവ് ഹിസ് അസെന്റ്, ഹി ക്യാൻ വിത്ത്ഹോൾഡ് ഹിസ് അസെന്റ്, ഹി ക്യാൻ റിട്ടേൺ ദ ബിൽ, ഓർ ഹി ക്യാൻ റിസർവ് ദ ബിൽ ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ദ പ്രസിഡന്റ് പറഞ്ഞിരുന്നല്ലോ. ഇനി അത്തരത്തിൽ റിസർവ് ചെയ്തിരിക്കുന്ന ഒരു ബില്ല് പ്രസിഡന്റിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റിന് എന്തെല്ലാമായിട്ട് ചെയ്യാൻ പറ്റും? പ്രസിഡന്റിന് ചെയ്യാൻ പറ്റുന്നത് ക്യാൻ ഗീവ് ഹിസ് അസെന്റ്, ഹി ക്യാൻ വിത്ത്ഹോൾഡ് ഹിസ് അസെന്റ്, ഹി ക്യാൻ റിട്ടേൺ ദ ബിൽ. ഈ 3ാമത്തെ കാര്യവും അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഒരു അമെന്റ്മെന്റ് ഇല്ലാതെയോ അമെന്റ്മെന്റോട് കൂടിയോ ആ ബില്ല് പാസ് ചെയ്തു. That does not necessarily mean the president must give his assent. അപ്പോൾ ഒരു പ്രാവശ്യം ഗവർണറിലേക്ക് പോയി, ഗവർണർ അത് പ്രസിഡന്റിലേക്ക് റിസർവ് ചെയ്തു, പ്രസിഡന്റ് അത് റിട്ടേൺ ചെയ്തു സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക്. സ്റ്റേറ്റ് അസംബ്ലി അത് അതുപോലെ തന്നെ പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ that does not mean the president must give his assent. പക്ഷെ ഇവിടെ എങ്ങനെയായിരുന്നു? പാർലമെന്റിന്റെ കേസിൽ ലോക്സഭ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി, പ്രസിഡന്റിലേക്ക് എത്തി, പ്രസിഡന്റ് റിട്ടേൺ ചെയ്തു, ലോക്സഭയും രാജ്യസഭയും അതുപോലെ തന്നെ പാസ്സാക്കി, സെയിം മെജോറിറ്റിയിൽ പാസ്സാക്കി. Then the president must give his assent. പക്ഷെ സ്റ്റേറ്റ് അസംബ്ലിയുടെ കേസിൽ സ്റ്റേറ്റ് അസംബ്ലി പാസ്സാക്കി, ഗവർണറിലേക്ക് പോയി, ഗവർണർ അത് റിസർവ് ചെയ്തു പ്രസിഡന്റിലേക്ക്, പ്രസിഡന്റ് അത് റിട്ടേൺ ചെയ്തു ഗവർണറിലേക്ക്, ഗവർണർ അത് സഭയിലേക്ക് കൊടുത്തു, സഭ അത് വീണ്ടും പാസ്സാക്കി പ്രസിഡന്റിലേക്ക് അയച്ചു. That does not mean the president must give his assent in the second case, whereas in the first case the president must give his assent. Okay. ഇനി പ്രസിഡന്റിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പാർഡനിങ് പവർ ഓഫ് ദ പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ പാർഡനിങ് പവർ എന്താന്നുള്ളതാണ്. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് സമയത്ത് ദയാഹർജി കൊടുക്കുക. ദാറ്റ് ഈസ് വാട്ട് ഇസ് മീൻ ബൈ പാർഡനിങ് പവർ. ആർട്ടിക്കിൾ 72 ആണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പാർഡനിങ് പവർ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പണിഷ്മെന്റ് ഒരു യൂണിയൻ ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമത്തിന്റെ അടിയിലാണ് ഒരു പണിഷ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അല്ല എങ്കിൽ കോർട്ട് മാർഷൽ അവരാണ് പണിഷ്മെന്റ് കൊടുത്തിരിക്കുന്നത്. 3ാമത്തെ കണ്ടീഷൻ, ഇഫ് ദ പണിഷ്മെന്റ് ഇസ് എ സെന്റൻസ് ഓഫ് ഡെത്ത്, ഒരു മരണശിക്ഷയാണ്. ഈ 3 കണ്ടീഷൻസിലാണ് പ്രസിഡന്റിലേക്ക് നമ്മൾ ഒരു പാർഡനിങ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഇതൊരു ജുഡീഷ്യറിയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ വിചാരിക്കേണ്ട. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഫ്രം ദ ജുഡീഷ്യറി. ജുഡീഷ്യറിക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു തെറ്റ് പറ്റിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു ലാസ്റ്റ് ഹോപ്പ് അവിടെ ഉണ്ടോ, ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടോ, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഹോപ്പ് ഉണ്ടെങ്കിൽ ആ ലാസ്റ്റ് സ്റ്റെപ്പ് കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പാർഡനിങ് പവർ വെച്ചിരിക്കുന്നത്. ഇനി എന്തെല്ലാമാണ് പ്രസിഡന്റിന്റെ പാർഡനിങ് പവറിന്റെ അകത്ത് വരുന്നത്? ഫസ്റ്റ് വൺ ഈസ് പാർഡൻ, സെക്കൻഡ് വൺ ഈസ് കമ്മ്യൂട്ടേഷൻ, തേർഡ് വൺ ഈസ് റെമിഷൻ, ഫോർത്ത് വൺ ഈസ് റെസ്പൈറ്റ്, ഫിഫ്ത്ത് വൺ ഈസ് റിപ്രൈവ്. എന്താണ് ഈ 5ഉം തമ്മിലുള്ള ഡിഫറൻസ്? പാർഡനിങ് പവർ എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ബോത്ത് ദ കൺവിക്ഷൻ ആസ് വെൽ ആസ് സെന്റൻസ്, ഒരാൾ കുറ്റവാളിയാണെന്നുള്ളതും ആ കുറ്റവാളിക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷയെ രണ്ടും റിമൂവ് ചെയ്യും. റിമൂവ്സ് ബോത്ത് ദ സെന്റൻസ് ആൻഡ് കൺവിക്ഷൻ ആൻഡ് absolutely and completely absolve the convict from all sentence, punishments and disqualifications. പാർഡൻ ചെയ്ത് കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് നെസസറിലി മീൻ അദ്ദേഹത്തിന്റെ ശിക്ഷ കുറച്ചു അല്ലെങ്കിൽ ശിക്ഷ ഇളവ് ചെയ്തു, അല്ല, അദ്ദേഹത്തിന്റെ കൺവിക്ഷൻ തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കൊടുക്കുന്നതിനെയാണ് നമ്മൾ പാർഡനിങ് പവർ എന്ന് പറയാം. കമ്മ്യൂട്ടേഷനോ ഇറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് വൺ ഫോം ഓഫ് പണിഷ്മെന്റ് ഫോർ എ ലൈറ്റർ ഫോം. ഉദാഹരണത്തിന് ഒരു ആൾക്ക് 7 വർഷത്തെ കഠിന തടവാണ് പറഞ്ഞിരിക്കുന്നത്, അത് ഒരു പക്ഷെ കുറച്ച് 5 വർഷത്തെ നോർമൽ തടവിലേക്ക് മാറ്റി കൊടുക്കും. ഇതാണ് കമ്മ്യൂട്ടേഷൻ. കമ്മ്യൂട്ടേഷനിൽ വരുമ്പോൾ അവിടെ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഒരു ഹയർ ഫോമിൽ നിന്ന് ഒരു ലോവർ ഫോമിലേക്ക്, ചിലപ്പോൾ ഒരാൾക്ക് തൂക്കയറായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അതിൽ നിന്ന് ഒരു കഠിന ജീവപര്യന്തത്തിലേക്ക് കൊടുക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ ഫ്രം എ ഹയർ ഫോം ടു എ ലോവർ ഫോം. റെമിഷൻ ആണെങ്കിലോ ഇയർ മാത്രം റെഡ്യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ കാറ്റഗറി മാത്രം റെഡ്യൂസ് ചെയ്യുള്ളൂ, അതിന്റെ ക്യാരക്ടറിൽ ചേഞ്ച് ഇല്ല. അപ്പൊ കഠിന തടവ് ഒരു 15 വർഷത്തേക്ക് കഠിന തടവ്, അത് ചിലപ്പോൾ 7 വർഷത്തേക്ക് കഠിന തടവാക്കി കൊടുക്കും. അതാണ് എന്ത്? റെമിഷൻ. അവിടെ സെയിം കാറ്റഗറി തന്നെയാണ്, അദ്ദേഹത്തിന്റെ ഇയേഴ്സ് മേ ബി അത് മാത്രം ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കും. റെസ്പൈറ്റ് ആണെങ്കിലോ
ഒരു സ്പെസിഫിക് റീസൺ കൊണ്ട്, ഒരുപക്ഷെ വുമൺ ഒഫൻഡർ ആവാം, പ്രഗ്നൻസിയുടെ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി, അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ റീസൺ കൊണ്ട് അദ്ദേഹത്തിന് ഒറിജിനലി അവാർഡഡ് ആയിട്ടുള്ള പണിഷ്മെന്റിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് റെസ്പൈറ്റ് എന്ന് പറയാം. റിപ്രൈവ് ആണെങ്കിലോ അദ്ദേഹത്തിന്റെ ശിക്ഷ നടപ്പാക്കുന്നതിനെ സ്റ്റേ ചെയ്തു കൊടുക്കുക. റിപ്രൈവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നടപ്പാക്കുന്ന ശിക്ഷ ഒന്ന് സ്റ്റേ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ റിപ്രൈവ്. അപ്പൊ ജസ്റ്റ് അതിന്റെ കീവേഡ്സ് എന്താണ്? പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക, കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ, ഹയറിൽ നിന്ന് ലോവർ ആക്കുക, റെമിഷൻ റെഡ്യൂസ് ചെയ്യുക, പീരീഡ് മാത്രം റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക. റെസ്പൈറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് റീസൺ ഉള്ളത് കൊണ്ട്, റിപ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള സാധനം നടപ്പാക്കുന്നത് സ്റ്റേ ആക്കി കൊടുക്കുക. അപ്പൊ റിപ്രൈവ് എന്ന് പറഞ്ഞാൽ സ്റ്റേ, റെസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ ലെസർ സെന്റൻസ് ഡ്യൂ ടു സ്പെഷ്യൽ റീസൺ, റെമിഷൻ റെഡ്യൂസിംഗ് ദ പീരീഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ക്യാരക്ടർ, കമ്മ്യൂട്ടേഷൻ ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ, പാർഡനിങ് ഈസ് ദ കംപ്ലീറ്റ് റിമൂവൽ. ഇനി പാർഡനിങ് പവർ ഗവർണർക്കുമുണ്ട്. എന്നാൽ ഗവർണറിന്റെ പാർഡനിങ് പവർ പ്രസിഡന്റിന്റെ പാർഡനിങ് പവറിനേക്കാളും കുറച്ച് ഡിഫറൻസ് ആണ്. എന്താണത്? ഒന്നാമത്, അദ്ദേഹത്തിന് കോർട്ട് മാർഷൽ ചെയ്ത ഒരു കുറ്റത്തിന് അദ്ദേഹത്തിന് പാർഡനിങ് പവർ കൊടുക്കാനായിട്ട് കഴിയില്ല. അപ്പൊ കോർട്ട് മാർഷൽ ചെയ്തു, ഒരു ശിക്ഷ വിധിച്ചു, ആ ശിക്ഷയുടെ പാർഡനിങ് പവർ വിൽ ബി only with the president. The power of pardoning a punishment given by the court martial only lies with the president and not with the governor. ഇനി അതുപോലെ തന്നെ ഡെത്ത് സെന്റൻസ്, അത് സ്റ്റേറ്റ് ലോയിലാണ് കൊടുത്തിരിക്കുന്നെങ്കിൽ പോലും ഇറ്റ് വിൽ ബി only under the pardoning power of the president. അപ്പൊ സാധാരണഗതിയിൽ സ്റ്റേറ്റ് ലോസിന്റെ അടിയിലുള്ള നിയമങ്ങളിലാണ് ഗവർണർക്ക് പാർഡനിങ് പവർ വരിക. സ്റ്റേറ്റ് ലോസിന്റെ അടിയിലുള്ള ഏതെങ്കിലും ഒരു നിയമത്തിൽ ഒരു ഡെത്ത് പെനാൽറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ആ ഡെത്ത് പെനാൽറ്റിയുടെ പാർഡനിങ് പവർ എക്സ്ക്ലൂസീവ്ലി പ്രസിഡന്റിന്റെ പരിധിയുടെ അകത്താണ്. അതുപോലെ തന്നെ കോർട്ട് മാർഷലിന്റെയും പണിഷ്മെന്റ് കൊടുത്തിരിക്കുന്നത് പ്രസിഡന്റിന്റെ എക്സ്ക്ലൂസീവ് പാർഡനിങ് പവറിന്റെ അകത്താണ്. അപ്പൊ ഇതാണ് പ്രസിഡന്റിന്റെ പാർഡനിങ് പവറും ഗവർണറിന്റെ പാർഡനിങ് പവറും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ലെജിസ്ലേറ്റീവ് പ്രൊസീജിയറിന്റെ അകത്ത് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ദ പ്രസിഡന്റ്. എന്താണ് ഒരു ഓർഡിനൻസ്? ഏതെങ്കിലും ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞു, ആ സിറ്റുവേഷന്റെ സമയത്ത് ഒരു നിയമനിർമ്മാണം ആവശ്യമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ കാറ്റഗറി അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു നിയമം, എങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റൻസ്, ആ നിയമം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സഭകൾ രണ്ടും അപ്പോൾ സമ്മേളിച്ചിട്ടില്ല. എന്താണ് ലോ മേക്കിംഗ് പവർ? ലോകസഭയുടെയും രാജ്യസഭയുടെയും, അതായത് പാർലമെന്റിന്റെ കയ്യിലാണ്. പാർലമെന്റ് ആ സമയത്ത് സെഷനിലല്ല എന്നതുകൊണ്ട് നമുക്ക് നിയമനിർമ്മാണം നടത്താതിരിക്കാൻ പറ്റുമോ? ഇല്ല. അത്തരത്തിലുള്ള സർക്കംസ്റ്റാൻസസിൽ ഓർഡിനൻസ് മേക്കിംഗ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം. ആരാണ് ഓർഡിനൻസ് മേക്ക് ചെയ്യുക? പ്രസിഡന്റ് ആണ് ഓർഡിനൻസുകളെ മേക്ക് ചെയ്യുക. സോ ദ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഈസ് another branch of legislative process in which a law can be made when both the houses of the parliament are not in session. ഇനി എന്തെല്ലാമാണ് അതിന്റെ കണ്ടീഷൻ? ഫസ്റ്റ് വൺ, ഗവർണർക്കും ഓർഡിനൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ പ്രസിഡന്റിനെ ഡിസ്കസ് ചെയ്യാം. ദ പ്രസിഡന്റ് ക്യാൻ only give ordinance when either of both the houses or both the houses are not in session. രണ്ടുപേരും സെഷനിലാണെങ്കിൽ പ്രസിഡന്റ് ഓർഡിനൻസ് ഇറക്കേണ്ട കാര്യമില്ല, അവിടെ നിയമനിർമ്മാണം നടത്തിയാൽ മതി. ഓർഡിനൻസ് എപ്പോഴാണ് എടുക്കേണ്ടി വരിക? രണ്ട് ഹൗസുകളും സെഷനിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൗസ്. കാരണം ലോകസഭയും രാജ്യസഭയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിയമനിർമ്മാണം നടത്താൻ പറ്റൂ. ലോകസഭയുണ്ട്, രാജ്യസഭ ഇല്ല എന്നതുകൊണ്ട് നമുക്ക് നിയമനിർമ്മാണം നടത്താൻ കഴിയില്ല. സോ only the president can promulgate an ordinance when either of the house of the parliament or both the house of the parliament are not in session. ഇനി അദ്ദേഹത്തിന് ആ സർക്കംസ്റ്റാൻസ് നെസസറി ആണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തിയിരിക്കണം. An ordinance can only be issued when he or she is satisfied that the circumstances exist that render it necessary for him or her to take necessary action. വെറുതെ പോയി ഓർഡിനൻസ് ഇറക്കാൻ പറ്റില്ല. ഒരു നെസസറി ആക്ഷൻ എടുക്കാനായിട്ട് ഒരു സർക്കംസ്റ്റാൻസ് ഇവിടെ ഉണ്ട് എന്ന് പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്തിയിരിക്കണം. ഇനി പ്രസിഡന്റിന് ഓർഡിനൻസ് മേക്കിംഗ് പവർ എന്ന് പറയുന്നത് പാർലമെന്റിന്റെ ലോ മേക്കിംഗ് പവർ ആയിട്ട് കോ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് ഒരു ലോ ആർട്ടിക്കിൾ 13 പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റുകളെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആവും. സെയിംലി ഒരു ഓർഡിനൻസ് ഇറക്കുന്നു, ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റുകളെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇൻവാലിഡ് ആവും. ഇനി എന്താണ്? നോർമൽ സർക്കംസ്റ്റാൻസസിൽ പാർലമെന്റിന് യൂണിയൻ ലിസ്റ്റിൽ മാത്രമേ നിയമം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഒരു ഓർഡിനൻസ് എന്താണ്? നോർമൽ സർക്കംസ്റ്റാൻസസിൽ എന്താണ്? യൂണിയൻ ലിസ്റ്റിൽ മാത്രമേ നിയമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആൻഡ് ബോത്ത് കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റിൽ പോയിട്ട് നിയമം ഉണ്ടാക്കാനായിട്ട് അവർക്ക് കഴിയില്ല. ഇത്തരത്തിൽ ഒരു നിയമം എന്തെല്ലാമാണോ പറയുന്നത്, ഒരു ലോ എന്തെല്ലാമാണോ ഗവൺ ചെയ്യുന്നത്, അത് കാര്യങ്ങളെല്ലാം തന്നെ എന്താണ്?
ഓർഡിനൻസിനും ബാധകമാണ്. ഇനി ഒരു ഓർഡിനൻസ് ഉണ്ടാക്കി, ഒരു പ്രസിഡന്റ് ഓർഡിനൻസ് ഇഷ്യൂ ചെയ്തു, എന്നാണോ അടുത്ത സെഷൻ വരുന്നത്, പാർലമെന്റിന്റെ തൊട്ടടുത്ത സെഷൻ എന്നാണോ വരുന്നത്, ആ സെഷനിൽ ഈ റീഅസംബിൾ ചെയ്യുമ്പോൾ ഈ ഓർഡിനൻസ് അവിടെ പ്രസന്റ് ചെയ്തിരിക്കണം. ആ ഓർഡിനൻസ് അവിടെ പ്രസന്റ് ചെയ്ത് അതിന് പകരം ഒരു നിയമനിർമ്മാണം നടത്തിയാൽ മാത്രമേ ആ ഓർഡിനൻസിലുള്ള നിയമം സ്റ്റാൻഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ സപ്പോസ് നെക്സ്റ്റ് മന്ത് ഒരു പാർലമെന്റ് സെഷൻ ഉണ്ട്, ഇന്ന് പ്രസിഡന്റ് ഒരു ഓർഡിനൻസ് പ്രൊമൾഗേറ്റ് ചെയ്യാണ്, നെക്സ്റ്റ് സെഷൻ തുടങ്ങി 6 ആഴ്ചക്കുള്ളിൽ ആ ഓർഡിനൻസ് മാറ്റി ഒരു നിയമനിർമ്മാണം നടത്തിയില്ല എങ്കിൽ ആ ഓർഡിനൻസ് ഓട്ടോമാറ്റിക്കലി ഇൻവാലിഡ് ആയി പോകും. ആ നിയമനിർമ്മാണം നടത്തിയത് ഓട്ടോമാറ്റിക്കലി ഇൻവാലിഡ് ആയി പോകും. അപ്പൊ മാക്സിമം എത്രയാണ് ഒരു ഓർഡിനൻസിന്റെ കാലാവധി? ഒരു 6 മാസം, 2 സെഷൻ തമ്മിലുള്ള ഗ്യാപ്പ്. ഉദാഹരണത്തിന് ഒരു സെഷൻ കഴിഞ്ഞു, പിറ്റേ ദിവസം തന്നെ ഓർഡിനൻസ് ഇഷ്യൂ ചെയ്തു, കുഴപ്പമില്ല. അടുത്ത സെഷൻ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് മാക്സിമം ഗ്യാപ്പ്, 6 മാസം ഓക്കെ. ഇനി അടുത്ത സെഷൻ തുടങ്ങി 6 ആഴ്ചയും കൂടി ഗ്യാപ്പ് ഉണ്ട്. സോ ദ മാക്സിമം ലൈഫ് ഓഫ് ആൻ ഓർഡിനൻസ് ഈസ് 6 months and 6 weeks ഫ്രം ദ ഡേറ്റ് ഓഫ് പ്രൊമൾഗേഷൻ. നമ്മളപ്പോ പ്രസിഡന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കണ്ടു, അദ്ദേഹത്തിന്റെ പവേഴ്സ് കാര്യങ്ങളെല്ലാം കണ്ടു. ഓൾമോസ്റ്റ് സിമിലർ പവേഴ്സും ഓൾമോസ്റ്റ് സിമിലർ കാര്യങ്ങളും സ്റ്റേറ്റ് ലെവലിൽ ചെയ്യുന്നത് നമ്മുടെ ഗവർണറാണ്. അപ്പൊ എന്താണ് ഗവർണറിന്റെ റോൾ, അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ്, ആ വക കാര്യങ്ങൾ നമുക്ക് നോക്കാം. സി, എങ്ങനെയാണോ സെൻട്രലിൽ ഒരു ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഓൾമോസ്റ്റ് സിമിലർ ലൈൻസിലാണ് സ്റ്റേറ്റ് ലെവലിൽ ഒരു എക്സിക്യൂട്ടീവ്, യൂണിയൻ എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യുന്ന പോലെ സ്റ്റേറ്റ് ലെവലിൽ ഒരു എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യുന്നത്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ വരുന്നത് ചീഫ് മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ അവിടെ അറ്റോർണി ജനറലിന് പകരം അഡ്വക്കേറ്റ് ജനറൽ ആൻഡ് ഓൾസോ ഗവർണർ. അവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉണ്ടായിരുന്നു, ഇവിടെ നമുക്കൊരു വൈസ് ഗവർണർ പോസ്റ്റ് ഇല്ല. സോറി, ദർ ഈസ് ഗവർണർ, ചീഫ് മിനിസ്റ്റർ, ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ്. ഇനി എങ്ങനെയാണോ സെൻട്രൽ ഗവൺമെന്റ് ലെവലിൽ പ്രസിഡന്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്, ആ ലെവലിൽ തന്നെ നമുക്ക് ഇവിടെ ഗവർണർ, അവിടെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ ഇവിടെ ചീഫ് മിനിസ്റ്റർ, അവിടെ സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഇവിടെ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇനി 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഈ ഗവർണറിന്റെ പൊസിഷനിൽ വരുത്തിയ ഒരു ചെറിയ മാറ്റം എന്ന് പറഞ്ഞാൽ, അതിനു മുമ്പ് വരെ ഒരു സ്റ്റേറ്റിന് ഒരു ഗവർണർ എന്ന രീതിയിലായിരുന്നു. 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിന് വേണമെങ്കിൽ ഒരു ഗവർണർ ആക്കാം. ഉദാഹരണത്തിന് കേരളത്തിനും തമിഴ്നാടിനും. 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്ത് ചെയ്തു, 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിന് ശേഷം കേരളത്തിനും തമിഴ്നാടിനും കൂടി വേണമെങ്കിൽ കമ്പൈൻഡ് ആയിട്ട് ഒരു ഗവർണറിനെ വെക്കാം എന്ന രീതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വരുത്തി. ഇനി എങ്ങനെയാണ് ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത്? നമ്മൾ പ്രസിഡന്റ് അവിടെ കണ്ടു, ഇലക്ഷൻ കാര്യങ്ങളെല്ലാം കണ്ടു, ഇലക്ട്രൽ കോളേജ് കണ്ടു. പക്ഷെ ഗവർണറിന്റെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ ഗവർണറിന്റെ അപ്പോയിന്റ്മെന്റ് ഒരു ഇലക്ഷൻ അല്ല, പ്രസിഡന്റ് ആണ് ആളെ അപ്പോയിന്റ് ചെയ്യുന്നത്. ദർ ഇസ് നോ നീഡ് ഓഫ് എനി ഡയറക്റ്റ് ഓർ എനി ഇൻഡയറക്റ്റ് ഇലക്ഷൻ. ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് അണ്ടർ ഹിസ് വാറന്റ് ആൻഡ് സീൽ. ഇനി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു നോമിനിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ സുപ്രീം കോടതി ഹരിഗോവിന്ദ് പന്ത് കേസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഗവർണർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലെ ഒരു എംപ്ലോയ്മെന്റ് അല്ല. ഇൻ ദ ഹരിഗോവിന്ദ് കേസ്, the Supreme Court had said that the office of governor of a state is not an employment under the central government. It is an independent constitutional office. സെൻട്രൽ ഗവൺമെന്റ് ആണ് അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെന്റ് ഒരു നോമിനിയാണ് അദ്ദേഹം, എങ്കിലും അത് ഒരു ജോബ് അല്ല. ദിസ് ഇസ് നോട്ട് ആൻ എംപ്ലോയ്മെന്റ് അണ്ടർ ദ സെൻട്രൽ ഗവൺമെന്റ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ക്വാളിഫിക്കേഷൻ? 2 ക്വാളിഫിക്കേഷനെ ഒരാൾക്ക് ഗവർണർ ആവാൻ വേണ്ടു. He should be a citizen of India. He should have completed 35 years of age. 2 qualification. He should be a citizen of India. He should have completed 35 years of age. ഇത് രണ്ടുമല്ലാതെ ഒരു ക്വാളിഫിക്കേഷനും കോൺസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹത്തിന് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഇനി അദ്ദേഹം ഓട്ടോമാറ്റിക്കലി പോസ്റ്റിലേക്ക് വരുമ്പോൾ ഓത്ത് ആൻഡ് അഫർമേഷൻ ഉണ്ടാവും. അവിടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നെങ്കിൽ ഇവിടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ ഹൈക്കോർട്ട് ആയിരിക്കും അദ്ദേഹത്തിന് ഓത്ത് ആൻഡ് അഫർമേഷൻ പറഞ്ഞു കൊടുക്കുന്നത്. ഓത്ത് ആൻഡ് അഫർമേഷൻ ഫുള്ളി എക്സിക്യൂട്ട് ദ ഓഫീസ്, പ്രിസർവ് ആൻഡ് പ്രൊട്ടക്ട് ആൻഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ടു ഡിവോട്ട് ഹിംസെൽഫ് ടു സർവീസ് ആൻഡ് വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ്. ഇത്തരത്തിൽ ഒരു ഓത്ത് എടുത്ത ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ പോസ്റ്റിലേക്ക് വരുന്നത്. ഇനി എന്തെല്ലാമാണ് കണ്ടീഷൻസ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വരുന്നത്? ഫസ്റ്റ് വൺ, പ്രസിഡന്റ് പറഞ്ഞ പോലെ he should not be a member of either of the house of the parliament or of the state legislature. അത്തരത്തിലൊരു വ്യക്തിക്ക് ഗവർണർ പോസ്റ്റിൽ ഇരിക്കാനായിട്ട് പറ്റില്ല. അദ്ദേഹം അതുപോലെ തന്നെ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യാനായിട്ട് പാടില്ല. അദ്ദേഹത്തിന്റെ രാജ്ഭവൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പാർലമെന്റ് എന്താണോ ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിന്റെ അലവൻസും സാലറീസും അദ്ദേഹത്തിന് വാങ്ങിക്കാനായിട്ട് പറ്റും. വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിന്റെ ഗവർണർ ആയിട്ടിരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇരിക്കുന്ന പൊസിഷനിൽ, അദ്ദേഹം ഇരിക്കുന്ന കാലയളവിൽ അദ്ദേഹത്തിന്റെ അലവൻസസോ സാലറീസോ എമോൾമെന്റ്സോ കുറയ്ക്കാനായിട്ട് പാടില്ല. എന്താണ് ടേം, ടെന്യുവർ? നോർമലി ഒരു ഗവർണറുടെ ടെന്യുവർ 5 വർഷത്തേക്കാണ്. പക്ഷെ ദാറ്റ് ഡസ് നോട്ട് നെസസറിലി മീൻ
അദ്ദേഹത്തിന് എന്തായാലും 5 വർഷം കിട്ടും. പ്രസിഡന്റിന് 5 വർഷമായിരുന്നു, അത് അദ്ദേഹം 5 വർഷം തന്നെ കാലാവധി, ഇംപീച്ച്മെന്റ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും റെസിഗ്നേഷനോ ഡെത്തോ എന്തെങ്കിലും സംഭവിച്ചില്ല എങ്കിൽ. പക്ഷെ ഇവിടെ ഗവർണർക്ക് 5 വർഷത്തെ ടെന്യൂർ ഉണ്ടായെങ്കിൽ പോലും ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ്. ഏത് സമയത്തിന് വേണമെങ്കിലും പ്രസിഡന്റിലേക്ക് ലെറ്റർ കൊടുത്ത് അദ്ദേഹത്തിന് റിസൈൻ ചെയ്യാം. അല്ലാതെ വേണമെങ്കിൽ പ്രസിഡന്റിന് അദ്ദേഹത്തിന് മാറ്റാനായിട്ട് കഴിയും. അതായത് ദ ഗവർണർ ഡസ് നോട്ട് ഹാവ് എനി സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ഓർ ഫിക്സഡ് ടേം ഓഫ് ഓഫീസ്. നോർമലി അദ്ദേഹം 5 വർഷമാണ് ഇരിക്കാവുന്നത്, ബട്ട് ദാറ്റ് ഡസ് നോട്ട് നെസസറിലി മീൻ ഹി ഹാസ് എ സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ഓർ എ ഫിക്സഡ് ടേം ഓഫ് ദ ഓഫീസ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഒന്നും പറയുന്നില്ല അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ഇൻ ഹിസ്റ്ററി പലപ്പോഴും സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടി അവരുടെ ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും, അതിനുശേഷം ഇലക്ഷനിൽ അവർ ചിലപ്പോൾ തോക്കുകയാണെങ്കിൽ അടുത്ത പാർട്ടി വരുന്നത് ഇതിനു മുമ്പ് പാർട്ടി ഏതെല്ലാം ആളുകൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടോ ആ ഗവർണേഴ്സിനെ എല്ലാം റിമൂവ്. ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഇന്ത്യയിൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഇനി പ്രസിഡന്റിന് വേണമെങ്കിൽ ഒരു ഗവർണറെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയും. ഒരു 5 വർഷം, ഒരാൾ 2.5 വർഷം കേരളത്തിലിരുന്നു, പ്രസിഡന്റിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത 2 വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അദ്ദേഹം തമിഴ്നാടിന്റെ ഗവർണർ ആയിട്ടിരിക്കാം. അത്തരത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്യാനും കഴിയും. ഇനി വേണമെങ്കിൽ 5 വർഷത്തിൽ കൂടുതൽ ടെന്യൂർ ഉണ്ടോ? യെസ്, വേണമെങ്കിൽ 5 വർഷത്തിൽ കൂടുതലും ടെന്യൂർ ഇരിക്കാം പുതിയൊരു ഗവർണർ വരുന്നവരെ. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു 5 വർഷത്തെ പൂർണ്ണ കാലാവധിയിലേക്ക് അദ്ദേഹത്തിന് റീ അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് കഴിയും. ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന്റെ ഒരു പൊസിഷനിൽ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ ഒരു ആബ്സെൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന്റെ ഹൈക്കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹത്തിന്റെ പൊസിഷൻ ഫില്ല് ചെയ്യുന്നത്. ആ ഫില്ല് ചെയ്യുന്ന ടൈമിൽ നോർമലി ഒരു ഗവർണർക്കുള്ള എല്ലാ പ്രിവിലേജസും എല്ലാ അലവൻസസും ആരാണോ അദ്ദേഹത്തിന്റെ പൊസിഷൻ ഫില്ല് ചെയ്യുന്നത് അവർക്കും ലഭിക്കുന്നതാണ്. സോ വി ഹാവ് ഡിസ്കസ് ദ പ്രസിഡന്റ് ആസ് വെൽ ആസ് ദ ഗവർണർ. ഇനി ഈ ഏരിയയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓൺ പ്രസിഡന്റിന്, വിത്ത് റെഫറൻസ് ടു ദ എലക്ഷൻ ഓഫ് പ്രസിഡന്റ്, consider the following statement. The first statement was the value of vote of each MLA varies from state to state. Second one, the value of vote of MPs of the Lok Sabha is more than that of the value of the votes of MPs of Rajya Sabha. First statement എന്താണ്? The value of votes of each MLA varies from state to state. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? വാല്യൂ ഓഫ് വോട്ട് of each MLA vary from state to state. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു ടോട്ടൽ പോപ്പുലേഷൻ ബൈ നമ്പർ ഓഫ് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് ഇൻടു 1/1000 ആണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് പോപ്പുലേഷൻ മാറും, ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് എന്താണ് നമ്പർ ഓഫ് ഇലക്ടഡ് മെമ്പേഴ്സ് മാറും. അപ്പൊ സ്റ്റേറ്റ് അനുസരിച്ച് വാല്യൂ ഓഫ് ദ വോട്ട്സ് ഓഫ് MLA വേരി ചെയ്യും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? The value of vote of MP of Lok Sabha is more than that of the value of members of the Rajya Sabha. അത് തെറ്റല്ലേ? എല്ലാ MP-മാരുടെയും വാല്യൂ എന്താണ്? സെയിം ആണ്. കാരണം എന്താ? ടോട്ടൽ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് ആണ് MPസിന്റെ കേസിൽ നോക്കുന്നത്. അപ്പോ MP-മാർ വെദർ ഇറ്റ് ഈസ് ഫ്രം ലോകസഭ ഓർ രാജ്യസഭ, the total value will be a constant. So the first statement is correct and the second statement is wrong. ഇനി അടുത്തത് 3 സ്റ്റേറ്റ്മെന്റ് ആണ്. The election of President of India is declared void by the Supreme Court of India. Then all the acts done by him or her in the performance of his or her duty or for office as the President of India before the date of decision become invalid. Second one, the election for the post of President of India can be postponed on the ground that some legislative assembly have been dissolved and the election are yet to take place. Third one, when a bill presented to the President, the Constitution prescribes the time limit within which he or she has to declare his or her assent. How many of the statement are correct? First statement. എന്താണ് പറയുന്നത്? സുപ്രീം കോടതി പ്രസിഡന്റ് ഇലക്ഷൻ ഇൻവാലിഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്താൽ അദ്ദേഹം അത്രയും കാലം ചെയ്ത ആക്ടുകൾ അല്ലെങ്കിൽ അദ്ദേഹം അത്രയും നാളെടുത്ത ഡിസിഷൻസും ഡ്യൂട്ടീസ് എല്ലാം ഇൻവാലിഡ് ആവും. അല്ല, അദ്ദേഹത്തിന്റെ ആക്ട്, അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ഡിസ്ക്വാളിഫൈഡ് ആയാൽ പോലും അദ്ദേഹം ആ പൊസിഷൻ ഹോൾഡ് ചെയ്തിരുന്ന കാലാവധിയിൽ അദ്ദേഹം ചെയ്തിരുന്ന ആക്ടുകളോ ഡിസിഷൻസോ ഒന്നും തന്നെ ഇൻവാലിഡ് ആവുന്നില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? ഏതെങ്കിലും ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ആബ്സെന്റ് ആണ് അല്ലെങ്കിൽ ഡിസോൾവ് ആണെങ്കിൽ ഇലക്ടറൽ കോളേജ് ഫുള്ളി പ്രസന്റ് അല്ല എന്ന് പറഞ്ഞ് ഇലക്ഷൻ ഡിസ്ക്വാളിഫൈഡ് ആക്കാം. പറ്റില്ല. നമ്മൾ ഓൾറെഡി അതൊരു കണ്ടീഷൻ ആയിട്ട് പറഞ്ഞു. ഇലക്ട്രൽ കോളേജ് ആബ്സെന്റ് ആണ് അല്ലെങ്കിൽ ഇലക്ട്രൽ കോളേജ് ഫുൾ അല്ല എന്നതുകൊണ്ട് എന്ത് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ഇൻവാലിഡ് ആണെന്ന് പറയാൻ പറ്റില്ല. സോ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾസോ റോങ്. Third one, when a bill is presented towards the president, the constitution prescribes the time limit within which he or she has to give his or her assent. എന്താണ് ഞാൻ പറഞ്ഞത്? പോക്കറ്റ് വീറ്റോന്റെ കേസിൽ
നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് പോക്കറ്റ് കുറച്ചും കൂടി വലുതാന്ന് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ച്. ഇന്ത്യൻ പ്രസിഡന്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു ടൈം ലിമിറ്റേ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷെ എന്താണ്, അമേരിക്കയിൽ 10 ദിവസത്തെ കാലാവധിയാണ് അവിടെ ഉള്ളത്. 10 ദിവസത്തേക്ക് അദ്ദേഹത്തിന് ആ ബില്ല് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ത്യയിൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് പ്രിസ്ക്രൈബ് എനി ടൈം ലിമിറ്റ്. സോ ആൻസർ ഈസ് ഓൾ ദ 3 സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ്. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ ഗവർണറെയും പ്രസിഡന്റിനെയും കമ്പയർ ചെയ്യുക, അദ്ദേഹത്തിന്റെ പവറുകളെ കമ്പയർ ചെയ്യുക. സോ ഇറ്റ് വിൽ ബി മച്ച് മോർ ഈസിയർ. അതോടൊപ്പം തന്നെ ലെജിസ്ലേറ്റീവ് പവർ പഠിക്കുമ്പോൾ ആ ഒരു ചാപ്റ്ററിലേക്കും കൂടി പോവാ, പാർലമെന്റിന്റെ ആ ഒരു ചാപ്റ്ററിലേക്കും കൂടി പോവാ. നോട്ട് ജസ്റ്റ് ലിമിറ്റ് യുവർ സ്റ്റഡീസ് ടു പ്രസിഡന്റ് ഓർ ഗവർണർ, ബട്ട് മേക്ക് ഇറ്റ് ആൻ ഇന്ററാക്റ്റീവ് സെക്ഷൻ ഓർ എ ഇന്റർമിക്സിംഗ് ഓഫ് ഡിഫറെന്റ് ടോപ്പിക്സ്. അപ്പൊ കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള പെർസ്പെക്ടീവിൽ കവർ ചെയ്യാനായിട്ട് പറ്റും. താങ്ക് യു.